ഹലോ ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ആൻ ആസ്പിരൻറ്റ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആരതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് PYQs നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 10 PYQസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. അപ്പോൾ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിച്ചേ. ഓപ്ഷൻ എ ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ബി ശ്രീകൃഷ്ണ കമ്മീഷൻ, ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. അപ്പോൾ നോക്കിക്കേ, 1921 സമയത്ത് ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെയാണ് മാപ്പിള കലാപം എന്ന് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. 1921 ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെയാണ് എന്തറിയപ്പെടുന്നത്, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. ഓപ്ഷൻ സി ലോഗൻ കമ്മീഷൻ. മലബാറിലെ ജമ്മുകുടിയാൻ പ്രശ്നങ്ങളും കർഷകരുടെ ചൂഷണവും മാപ്പിള കലാപങ്ങളുടെ കാരണങ്ങളും എന്നിവ അന്വേഷിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എന്ത്, ലോഗൻ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ലോഗൻ കമ്മീഷൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിപ്പോയാലോ. ഹണ്ടർ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തത്? ഹണ്ടർ കമ്മീഷൻ 1882 സമയത്ത് ലോർഡ് റിപ്പണാണ് ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയത് പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. പ്രാഥമിക വിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹണ്ടർ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിനും പിന്നെ പ്രാദേശിക ഭാഷയിലുള്ള വിദ്യാഭ്യാസത്തിനുമൊക്കെ പ്രാധാന്യം നൽകിയ ഒരു കമ്മീഷനാണ് എന്ത്, ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എന്ത് പ്രവർത്തിച്ചത്, ഹണ്ടർ കമ്മീഷൻ പ്രവർത്തിച്ചത്. ഇനി ശ്രീകൃഷ്ണ കമ്മീഷനോ? ശ്രീകൃഷ്ണ കമ്മീഷൻ 1992 ഡിസംബറിലും 1993 ജനുവരിയിലും മുംബൈയിലുണ്ടായ വർഗീയ കലാപങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷൻ. ഓക്കെ, 1992 ഡിസംബറിലും 1993 ജനുവരിയിലും മുംബൈയിലുണ്ടായ വർഗീയ കലാപങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് എന്ത്, ശ്രീകൃഷ്ണ കമ്മീഷൻ. അതിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ ആയിരുന്നു. ഓക്കെ, ജസ്റ്റിസ് BN ശ്രീകൃഷ്ണ. ഓക്കെ, ക്ലിയർ ആയോ? ഹണ്ടർ കമ്മീഷൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. ശ്രീകൃഷ്ണ കമ്മീഷൻ 1992 ഡിസംബറിലും 1993 ജനുവരിയിലും മുംബൈയിലുണ്ടായ വർഗീയ കലാപങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, രൂപീകരിച്ചതാണ്. ഇനി അടുത്തതാണ് കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഇതും വിദ്യാഭ്യാസവുമായിട്ട് എന്ത് ചെയ്തതാണ്, റിലേറ്റ് ചെയ്തതാണ്. വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചതായിരുന്നു കോത്താരി കമ്മീഷൻ. പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ 10+2+3 എന്ന വിദ്യാഭ്യാസ രീതിക്ക് അടിത്തറയിട്ടത് കോത്താരി കമ്മീഷനാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതിക്ക് അടിത്തറയിട്ടത് എന്താണ്, കോത്താരി കമ്മീഷനാണ്. ഓക്കെ, പിന്നെ അത് മാതൃഭാഷ വിദ്യാഭ്യാസം ഇതൊക്കെ എന്ത് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ക്ലിയർ ആയ ഓപ്ഷൻസും. അപ്പം ലോഗൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ലോഗൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹണ്ടർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചതാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ലോർഡ് റിപ്പൺ ആണ്. ദെൻ ശ്രീകൃഷ്ണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1992 ഡിസംബറിലും 1993 ജനുവരിയിലും മുംബൈയിലുണ്ടായ വർഗീയ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷനാണ്. ദെൻ കോത്താരി കമ്മീഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതിക്ക് അടിത്തറയിട്ട കമ്മീഷനാണ് എന്ത്, കോത്താരി കമ്മീഷൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയതാണ്. തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്. ഓപ്ഷൻസ് ഒന്ന് വായിക്കാവോ. ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ, ഓപ്ഷൻ ബി ജോസഫ് റബ്ബാൻ, ഓപ്ഷൻ സി രാജശേഖരവർമ്മ, ഓപ്ഷൻ ഡി കുലശേഖര ആഴ്വാറാണ്. കുലശേഖര ആഴ്വാർ. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ എ അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികൾ. അപ്പോൾ തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികൾ. അതായത്
തരിസാപ്പള്ളി ലിഖിതം പുറപ്പെടുവിച്ചത് വേണാട് രാജാവായിരുന്ന അയ്യനടികൾ തിരുവടികളാണ്. എന്താണ് വിഷയം? ഈ തരിസാപ്പള്ളി ലിഖിതം എന്തിനെ കുറിച്ചിട്ടാണെന്നറിയാവോ? കൊല്ലത്ത് തരിസാപ്പള്ളി താമസിച്ചിരുന്ന നസ്രാണി ക്രിസ്ത്യാനികൾക്ക് സ്ഥലവും വ്യാപാര ആനുകൂല്യങ്ങളും നൽകുന്നതിനെ കുറിച്ചുള്ള രേഖയാണെന്ത് ഈ തരിസാപ്പള്ളി ലിഖിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കൊല്ലത്ത് തരിസാപ്പള്ളിയിൽ താമസിച്ചിരുന്ന നസ്രാണി ക്രിസ്ത്യാനികൾക്ക് സ്ഥലവും വ്യാപാര ആനുകൂല്യങ്ങളും നൽകുന്നതിനെ കുറിച്ചുള്ള രേഖയായിരുന്നു എന്ത്? തരിസാപ്പള്ളി ലിഖിതം. അത് തയ്യാറാക്കിയത് ആരാണ്? അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികൾ. അയ്യനടികൾ തിരുവടികൾ. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവോ? 34ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരമാണ് അല്ലേ? ഓപ്ഷൻ ബി ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ഓപ്ഷൻ ബി ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ഓപ്ഷൻ ബി ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. അപ്പോൾ 1936 നവംബർ 12-നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് എന്നാണ്? 1936 നവംബർ 12-നാണ്. 1936 നവംബർ 12-നാണ്. ആരാണ് പുറപ്പെടുവിച്ചത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലേ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്ര പ്രവേശന വിളംബരം എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിച്ചത്. അപ്പോൾ 1936 നവംബർ 12-നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലേ? ഇനി ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. സി പി രാമസ്വാമി അയ്യർ. അപ്പം ക്ഷേത്ര പ്രവേശന വിളംബരം എന്നായിരുന്നു പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഇവിടെ നോക്കിയാലോ. പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് പുറപ്പെടുവിച്ചത്? പണ്ടാരപ്പാട്ട വിളംബരം 1865-ലാണ്. പണ്ടാരപ്പാട്ട വിളംബരം എന്നാ പുറപ്പെടുവിച്ചത്? 1865. ആരുടെ സമയത്താ? ഏത് രാജാവിൻ്റെ സമയത്താ? ആയില്യം തിരുനാളുടെ സമയത്താണ്. ആയില്യം തിരുനാൾ. പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ. ആയില്യം തിരുനാൾ 1865. എന്താണ് പണ്ടാരപ്പാട്ട വിളംബരം? സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ആ ഭൂമിയുടെ മേൽ സ്ഥിരമായ അവകാശം നൽകുന്നതായിരുന്നു ഈ വിളംബരം. അപ്പോൾ എന്തായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം? സർക്കാർ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ആ ഭൂമിയുടെ മേൽ സ്ഥിരമായ അവകാശം നൽകുന്നതായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. അപ്പം ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. പണ്ടാരപ്പാട്ട വിളംബരം 1865. ഓക്കെ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആരുടെ സമയത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. എന്നാൽ പണ്ടാരപ്പാട്ട വിളംബരമോ ആയില്യം തിരുനാളിൻ്റെ സമയത്തായിരുന്നു അല്ലേ? ഓക്കെ, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. അടുത്ത ഓപ്ഷൻ നോക്കി, ജമ്മി കുടിയാൻ വിളംബരം. ജമ്മി കുടിയാൻ വിളംബരം എന്താണ്? ജമ്മി കുടിയാൻ വിളംബരം എന്നാ നടന്നത്? 1896-ലാണ്. ജമ്മി കുടിയാൻ വിളംബരം എന്നായിരുന്നു? 1896. ജന്മി കുടിയാൻ വിളംബരം 1896. ജന്മികളുടെ ഇഷ്ടാനുസരണം കുടിയാന്മാരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരെ നിയമപരിരക്ഷ നൽകിയ വിളംബരമാണ് എന്ത്? ജന്മി കുടിയാൻ വിളംബരം. അപ്പോൾ ജന്മികളുടെ ഇഷ്ടാനുസരണം കുടിയാന്മാരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരെ നിയമപരിരക്ഷ നൽകിയ വിളംബരമാണ് എന്ത്? ജന്മി കുടിയാൻ വിളംബരം 1896-ലാണ്. ഈ സമയത്തും, അതായത് ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് ആരുടെ സമയത്താണ്? ആയില്യം തിരുനാളിൻ്റെ സമയത്താണ്. അപ്പോൾ പണ്ടാരപ്പാട്ട വിളംബരവും ജന്മി കുടിയാൻ വിളംബരവും ആരുടെ സമയത്താണ്? ആയില്യം തിരുനാളിൻ്റെ സമയത്താണ്. അതിൽ പണ്ടാരപ്പാട്ട വിളംബരം 1865, ജന്മി കുടിയാൻ വിളംബരം 1896. ഇത്രയും ക്ലിയർ ആയോ? ഇനി അടുത്ത് കുണ്ടറ പ്രൊക്ലമേഷൻ. അപ്പോൾ കുണ്ടറ വിളംബരം എന്നാണ് നടന്നത്? 1809 ജനുവരി 11-നാണ്. ആരാണ് കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം നടത്തിയത്? ആരാണ്? വേലുത്തമ്പി ദളവയായിരുന്നു അല്ലേ? വേലുത്തമ്പി ദളവയായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടത്തിയൊരു വിളംബരമായിരുന്നു ഈ കുണ്ടറ വിളംബരം.
അപ്പോൾ ഈ ഓപ്ഷൻസ് ക്ലിയർ ആയോ? അപ്പോൾ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമായിരുന്നു. 1936 നവംബർ 12-നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എന്ത് ചെയ്യുന്നത്, പുറപ്പെടുവിക്കുന്നത്. ആരുടെ സമയത്ത്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ സമയത്ത്. ആ സമയത്ത് ദിവാൻ CP രാമസ്വാമി അയ്യർ. ഇനി പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത് 1865-നാണ്. ആയില്യം തിരുനാളിൻ്റെ സമയത്താണ്. സർക്കാർ ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് ആ ഭൂമിയുടെ മേൽ സ്ഥിരമായ അവകാശം നൽകുന്നതായിരുന്നു എന്ത്, പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതായിരുന്നു എന്ത്, പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, അടുത്ത് ജമ്മികുടിയാൻ വിളംബരം എപ്പോഴായിരുന്നു? 1896-ലായിരുന്നു. ആയില്യം തിരുനാളിൻ്റെ സമയത്തായിരുന്നു. ജന്മികളുടെ ഇഷ്ടാനുസരണം കുടിയാന്മാരെ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനെതിരെ നിയമപരിരക്ഷ നൽകിയ വിളംബരമായിരുന്നു. പിന്നെ കുണ്ടറ വിളംബരം 1809 ജനുവരി 11 വേലുത്തമ്പി ദളവ. പിന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടത്തിയ വിളംബരമായിരുന്നു കുണ്ടറ വിളംബരം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പിന്നെ റിലേറ്റഡ് ഫാക്ട്സും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി. ഓപ്ഷൻസ് ഒന്ന് വായിച്ചേ. ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിഭായ്, ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിഭായ്, ഓപ്ഷൻ സി റാണി സേതു ലക്ഷ്മിഭായ്, ഓപ്ഷൻ ഡി ഉമ്മിണിത്തമ്പി ദളവ. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതിഭായ്. അപ്പോൾ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായ്. റാണി ഗൗരി പാർവതിഭായിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ് ആണ്. ഊഴിയം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതിഭായ്. അപ്പോൾ സർക്കാർ ജോലികൾക്ക് കൂലി നൽകാതെ ജനങ്ങളെ കൊണ്ട് നിർബന്ധമായിട്ട് ജോലി ചെയ്യിക്കുന്ന രീതിയായിരുന്നു ഊഴിയം. അപ്പോൾ ആ സമ്പ്രദായം നിർത്തലാക്കിയതും റാണി ഗൗരി പാർവതിഭായ് ആയിരുന്നു. ഇനി അടുത്ത ഓപ്ഷൻ എ നോക്കിയാൽ റാണി ഗൗരി ലക്ഷ്മിഭായ്. എന്നാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? അടിമക്കച്ചവടം 1812 നിർത്തിയ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. അപ്പോൾ 1812 എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിർത്തലാക്കി. 1812 അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിഭായ്. അപ്പം അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായും ഊഴിയം നിർത്തലാക്കിയതും തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിഭായ്. ഇനി റാണി സേതു ലക്ഷ്മിഭായിയോ? റാണി സേതു ലക്ഷ്മിഭായ് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരായിരുന്നു? റാണി സേതു ലക്ഷ്മിഭായ്. റാണി സേതു ലക്ഷ്മിഭായ്. റാണി സേതു ലക്ഷ്മിഭായ്. ഓക്കെ, ആ സമയത്ത് ദിവാൻ ME വാട്ട്സ് ആയിരുന്നു. ME വാട്ട്സ് ആയിരുന്നു. ഇനി 1929 തിരുവിതാംകൂർ പട്ടണം വൈദ്യുതീകരിച്ച സമയത്ത് ഭരണാധികാരിയും റാണി സേതു ലക്ഷ്മിഭായ് ആയിരുന്നേ. 1929 തിരുവിതാംകൂർ പട്ടണം വൈദ്യുതീകരിച്ചു. ആരാണ്? റാണി സേതു ലക്ഷ്മിഭായുടെ സമയത്താണ്. പിന്നെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരിയും റാണി സേതു ലക്ഷ്മിഭായ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളും അവസാനിക്കുന്ന സമയത്ത് റാണി സേതു ലക്ഷ്മിഭായും ആയിരുന്നു. ക്ലിയർ ആയോ? അപ്പം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മിഭായ്. ഊഴിയം നിർത്തലാക്കിയത് റാണി ഗൗരി പാർവതിഭായ്. വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയത് റാണി ഗൗരി പാർവതിഭായ് ആണ്. ഇനി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിഭായ് ആണ്. റാണി സേതു ലക്ഷ്മിഭായ് ആണ്. തിരുവിതാംകൂർ പട്ടണം വൈദ്യുതീകരിച്ചതോ അതും റാണി സേതു ലക്ഷ്മിഭായ് ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ ഭരണാധികാരി എന്ന് ചോദിച്ചാലും റാണി സേതു ലക്ഷ്മിഭായ് ആണ്. ഇത്രയും ക്ലിയർ ആയോ? ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഉമ്മിണിത്തമ്പി ദളവ. ഉമ്മിണിത്തമ്പി ദളവ അതായത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ രണ്ടാമത്തെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി ദളവ. ആർക്ക് ശേഷമാണെന്നറിയാവോ? ആദ്യത്തെ ദിവാൻ ആരായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വേലുത്തമ്പി ദളവയായിരുന്നു. ഓക്കെ, അപ്പോൾ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി ദളവ. ഉമ്മിണിത്തമ്പി ദളവയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖം പണിയെടുപ്പിച്ചത് ആരാണ്? ഈ ഉമ്മിണിത്തമ്പി ദളവയാണ്. ബാലരാമപുരം പട്ടണം പണിയെടുപ്പിച്ചു. പിന്നെ തിരുവിതാംകൂറിൽ പോലീസ് സേന അല്ലെങ്കിൽ കാവൽ സേന തുടങ്ങി.
തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു? പോലീസ് സേന അല്ലെങ്കിൽ കാവൽ സേന തുടങ്ങിയതും ആരാണ്? ഉമ്മിണിത്തമ്പി ദളവയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഉമ്മിണിത്തമ്പി ദളവ എന്താണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ രണ്ടാമത്തെ ദിവാനായിരുന്നു ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖം പണിയെഴുപ്പിച്ചു. ബാലരാമപുരം പട്ടണം പണിയെഴുപ്പിച്ചു. പിന്നെ തിരുവിതാംകൂറിൽ പോലീസ് സേന അല്ലെങ്കിൽ കാവൽ സേന എന്ത് ചെയ്തു? ആരംഭിച്ചതും ഉമ്മിണിത്തമ്പിയാണ്. ഇത്രയും ക്ലിയർ ആയോ? 4 ഓപ്ഷൻസും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ട്, ഓപ്ഷൻ ബി റവറൻഡ് മീഡ്, ഓപ്ഷൻ സി അർണൂസ് പാതിരി, ഓപ്ഷൻ ഡി സി കേശവൻ. ആരാണ്? ഓപ്ഷൻ എ ഹെർമൻ ഗുണ്ടർട്ടാണ് അല്ലേ. രാജ്യസമാചാരവും പശ്ചിമോദയവും ഈ 2 പത്രങ്ങളും ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് രാജ്യസമാചാരം. അപ്പോൾ ഈ 2 പത്രങ്ങളും ആരംഭിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. രാജ്യസമാചാരം, പശ്ചിമോദയം, ഹെർമൻ ഗുണ്ടർട്ട്. ഇനി റവറൻഡ് മീഡോ? റവറൻഡ് മീഡിനെ കുറിച്ച് പറഞ്ഞാൽ ദക്ഷിണ തിരുവിതാംകൂറിൽ ഐത്തോച്ചാടനത്തിന് പ്രവർത്തിച്ച LMS മിഷണറി ആയിരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിൽ ഐത്തോച്ചാടനത്തിന് പ്രവർത്തിച്ച LMS മിഷണറി ആയിരുന്നു ആര്? റവറൻഡ് മീഡ്. ദക്ഷിണ തിരുവിതാംകൂറിൽ ഐത്തോച്ചാടനത്തിന് വേണ്ടി പ്രവർത്തിച്ച LMS മിഷണറി ആയിരുന്നു ആര്? റവറൻഡ് മീഡ്. അർണൂസ് പാതിരിയോ? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? അർണൂസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് അർണൂസ് പാതിരി. ക്ലിയർ ആയോ? രാജ്യസമാചാരം, പശ്ചിമോദയം ഈ 2 പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട്. റവറൻഡ് മീഡോ? ദക്ഷിണ തിരുവിതാംകൂറിൽ ഐത്തോച്ചാടനത്തിന് പ്രവർത്തിച്ച LMS മിഷണറി ആയിരുന്നു ആര്? റവറൻഡ് മീഡ്. അർണൂസ് പാതിരിയോ? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരായിരുന്നു? അർണൂസ് പാതിരി. അപ്പം ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്ത് ചെയ്യുക? അറിയിക്കുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.